യെസ് സാറേ, ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി. ഇനിയിപ്പം ഒരു ഫൈനൽ എനിക്ക് ഡിക്ലറേഷനെ ബാക്കിയുള്ളൂ. ഇപ്പോൾ ജനം പ്രബുദ്ധമാണോ കേരളത്തിലെ? തീർച്ചയായിട്ടും ഞാൻ പ്രബുദ്ധമാണെന്ന് കരുതുന്നു. കാരണം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പൊതു അവലോകനം ഞാനും സാറും തന്നെ പലപ്പോഴും നടത്തിയിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒന്ന് LDFന് രാഷ്ട്രീയ പ്രവർത്തനം ഫുൾ ടൈമായിട്ട് ഏറ്റെടുത്ത കുറേ പ്രവർത്തകന്മാരുണ്ട്. അവർ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അവർ തന്നെയാണ് ഇലക്ഷൻ്റെ തലേന്ന് ഈ കൂട്ടിവെച്ച പെൻഷൻ്റെ കുടിശ്ശികയൊക്കെ കൊണ്ടു കൊടുക്കുന്നവരാണ്. നല്ലതിനായാലും ചീത്തക്കായാലും അവർ നാടുകളിൽ നല്ല വീടുകളിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് ഒരു ഓർഗനൈസേഷൻ സംഘടനാ സംവിധാനം ഉള്ളത് LDFനാണ്. അവരുടെ ഭരണത്തിൻ്റെ സൗകര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് അവർക്കൊരു മുൻതൂക്കം കിട്ടുമെന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞാണ്. രണ്ടാമത്തെ കാര്യം UDF LDFനോട് ഭരണപരമായ വിരോധവും ഈ ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ടാവേണ്ടതാണ്, ജനങ്ങൾക്കുണ്ട്. പക്ഷെ അത് ആരോട് കാണിക്കും? തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ പോലും കോൺഗ്രസിനകത്ത് വലിയ ഗ്രൂപ്പും മടിയും വഴക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയപ്പോൾ അതിൻ്റെ പേരിൽ ഗ്രൂപ്പ്, അകത്താക്കിയപ്പോൾ അതിൻ്റെ പേരിൽ ഗ്രൂപ്പ്, കോടതി ജാമ്യം കൊടുത്തപ്പോൾ അതിന് ഗ്രൂപ്പ്, കൊടുക്കാതിരിക്കുമ്പോൾ അതിന് ഗ്രൂപ്പ്. ഇവർക്ക് ഒരിക്കലും ഒരു രാജ്യമാണ്, സംസ്ഥാനം ആണ് പ്രധാനം എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മളെ നിരാശപ്പെടുത്തിയിരുന്നു UDFൻ്റെ ലീഡർഷിപ്പ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു UDFന് ആ കാരണം കൊണ്ടും LDFന് തന്നെ മുൻതൂക്കം കിട്ടും. പിന്നെ മൂന്നാമത് BJP ആണ്. നമ്മൾ മനസ്സിലാക്കിയത് UDFനും LDFനും മധ്യേ ഒരു സമാന്തരമായ ബദൽ രാഷ്ട്രീയ സംസ്കാരം വളർത്തിയെടുക്കുന്നതിൽ BJPയും പരാജയപ്പെട്ടു. അതുകൊണ്ട് BJPക്കും വലിയ മുൻതൂക്കം ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 941 പഞ്ചായത്ത് അല്ലേ, ഏതാണ്ട് 14 ജില്ലാ പഞ്ചായത്ത്, 152 മറ്റോ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലേ, അതുപോലെ തന്നെ കോർപ്പറേഷനുകൾ 300 ബ്ലോക്ക് പഞ്ചായത്ത് ഇല്ല 152, കോർപ്പറേഷനുകൾ 6 മുനിസിപ്പാലിറ്റി എത്രയുണ്ട്? മുനിസിപ്പാലിറ്റി ഏതാണ്ട് 87 മുനിസിപ്പാലിറ്റി. അപ്പോൾ ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ഒരു പ്രത്യേക സമയത്ത് ആരോടാണോ അവർ എല്ലാം കാണുന്നുണ്ട്. ആർക്കാണിപ്പോൾ അടി കൊടുക്കേണ്ടത്? അത് അപ്പുറത്ത് ആരുണ്ട്, അവൻ കൊള്ളാമോ ഇല്ലയെന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. ഇനി അവൻ വരട്ടെ, അവനൊരു അവസരം കൊടുത്തു നോക്കാം, ഇവനേക്കാൾ ഭേദം തൽക്കാലം അവനൊന്ന് വരട്ടെ, ഇവനെ ഒന്ന് മാറ്റി നിർത്തേണ്ടതുണ്ടെന്ന് തോന്നിയാൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് വ്യാപകമായി, സാധാരണ രീതിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ ഇങ്ങനെയല്ല. സാറിനറിയാം, ആര് ഭരിക്കുമ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പാറ്റേൺ വേറെയാണ്. അത് ജനങ്ങളും അതാത് സ്ഥലത്തെ ജനപ്രതിനിധിയും തമ്മിലുള്ള ബന്ധം അനുസരിച്ച് വരും നമ്മൾ വിചാരിച്ചത്. അങ്ങനെയല്ല. കുറേ കൂടി കൃത്യമായ രാഷ്ട്രീയ ബോധം. നമ്മളിപ്പോൾ രാഷ്ട്രീയ തൊഴിലാളികളായി നടക്കുന്ന ആളുകളെ നോക്കിയിട്ട് രാഷ്ട്രീയമൊക്കെ ജനങ്ങൾക്ക് മടുപ്പാണെന്ന് തോന്നാം. ആ മടുപ്പ് പക്ഷേ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. ആർക്ക് എന്ത് ഡോസ് എപ്പോൾ കൊടുക്കണം എന്നത് അത് ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരിക്കുന്നു. വലിയ പാഠമാണിത്. മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് വിധി ആർക്കെതിരെ ഉള്ളതാണെന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ടാമതൊരു ഉത്തരവില്ല. കൃത്യം ഇത് പിണറായി വിജയനെതിരെയുള്ള വിധിയാണ്. CPM എതിരെയുള്ള വിധിയാണെന്ന് പോലും പറഞ്ഞുകൂടാ. കാരണം പിണറായി വിജയൻ സമം പാർട്ടിയായിരുന്നു. മുന്നണിയല്ല ഭരിച്ചത്, ഇടതുപക്ഷ മുന്നണിയല്ല ഭരിച്ചത്, CPM എന്ന പാർട്ടിയല്ല ഭരിച്ചത്, മന്ത്രിസഭ പോലുമല്ല ഭരിച്ചത്. പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉപശാലകളിൽ രൂപം കൊണ്ടുവന്ന ഒരു കൊച്ചു ലോബിയുമാണ് വർക്ക് ചെയ്തത്. അതുകൊണ്ട് പിണറായി വിജയൻ തോറ്റു എന്ന് പറയണം. ബാക്കി ജയിച്ചതാരെന്നൊക്കെ ഓരോരോ സ്ഥലത്തിനനുസരിച്ചിരിക്കും. തീർച്ചയായിട്ടും അതിൽ ഒരു UDF ആണ് ജയിച്ചത്. ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷിക്കാത്തൊരു വിജയം, അല്ലെങ്കിൽ കേരളത്തിൽ പുതുമയുള്ളൊരു വിജയം നേടിയത് തീർച്ചയായിട്ടും BJP ആണ്. അതും ഒരു കോർപ്പറേഷൻ ജയിച്ചു, അതും തലസ്ഥാനത്തെ കോർപ്പറേഷൻ, പ്രധാനപ്പെട്ട അതൊരു വലിയ വിജയം തന്നെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ സാറിൻ്റെ നിരീക്ഷണം കൂടി ചേർത്ത് പറഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ഇപ്പോൾ UDFനുണ്ടായിരിക്കുന്നത്. അത് BJPക്ക് അതിൻ്റെ പിറകിലുണ്ടായെന്ന് പറയും. UDFൻ്റെ പിറകിൽ BJPക്ക് നേട്ടമുണ്ട്. BJPക്ക് നേട്ടം ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവർ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് തുലനം ചെയ്യുമ്പോൾ ഒത്തിരി മുന്നേറിയിട്ടുണ്ട്. അപ്പം സാറ് പറഞ്ഞതുപോലെ സാധാരണ എത്ര നിയമസഭയിലും ലോക്സഭയിലും തോറ്റാലും പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിനൊരു സ്വാധീനം ഉള്ളതാണ്. അത് എത്ര മാറ്റിയാലും മാറാത്തതുമാണ്. അത് കാരണമെന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടി നോക്കുമ്പോൾ ഇപ്പോഴും സംഘടനാപരമായിട്ട് താരത്തട്ട് വരെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പാർട്ടി അവരുടേതാണ്. മറ്റേ UDFന് പാർട്ടിയേ ഇല്ല, ആ സംവിധാനമേ ഇല്ല. ഇപ്പം നമ്മളത് പൂർണ്ണമായിട്ടും പറയാം, ആ സംവിധാനമേ ഇല്ല. ഈ BJPക്ക് ഇപ്പം നോക്കുമ്പം ചില പ്രദേശങ്ങളുണ്ട്, പാലക്കാടുണ്ടാവും ഈ പറയുന്ന പോലെ എല്ലായിടവും ഇറങ്ങി, തിരുവനന്തപുരത്തുണ്ടാവും. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് BJPക്ക് വർക്ക് ചെയ്യാനും അങ്ങനെ ആളൊന്നുമില്ല. പക്ഷേ ഞങ്ങളുടെ എല്ലാ പ്രദേശങ്ങളിലും നോക്കുമ്പം ഓരോ ഗ്രാമപഞ്ചായത്തുകളിലും
നമ്മൾ പ്രതീക്ഷിക്കാത്തത് എങ്ങനെ വന്നാലും 5 സീറ്റ് 6 സീറ്റ് വീതം കിട്ടിയിട്ടുണ്ട്. അപ്പം തമാശയല്ല, ഒരു BJP പ്രവർത്തകരും സജീവമായിട്ടില്ലാത്തിടത്തും അല്ലെങ്കിൽ ആൾക്കാരുടെ വിലയുള്ള ഒരു കൊച്ചാണുണ്ട് BJPയുടെ ആളാന്ന് വെച്ചിട്ട് പറയാൻ പറ്റുന്ന ആളുകൾ ഇല്ലാത്തടത്ത് BJP ജയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ സംശുദ്ധ രാഷ്ട്രീയം അല്ലെങ്കിൽ ജനം രാഷ്ട്രീയവാദി എന്നൊക്കെ നമ്മൾ വിളിച്ചെങ്കിൽ ജന അരാഷ്ട്രീയവാദികളല്ല. ആർക്ക് ചെയ്യണം അതിനകത്ത് വെളിയിലിറങ്ങി മുദ്രാവാക്യം വിളിയൊക്കെ നിർത്തിയിട്ട് വേറൊരു പാറ്റേണിലേക്ക് ജനം മാറുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ എത്ര ചെയ്താലും എത്ര അടിയിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്താലും എത്ര വീട്ടിൽ ചെന്നാലും കാണുമ്പോൾ കൊടുക്കാമെന്ന് പറയുന്നെങ്കിലും യോഗ്യനാണെങ്കിൽ മാത്രം കൊടുത്തു പോകുന്ന ഒരു അവസ്ഥയിലെ കാര്യങ്ങൾ. അതിന് 1-2 ഉദാഹരണം. പന്തളത്ത് കഴിഞ്ഞ പ്രാവശ്യം BJP കൊടുത്തായിരുന്നു. അത്ഭുതപ്പെടുത്താവുന്നില്ല. പന്തളത്ത് BJP കൊടുത്തിട്ടിനകത്ത് നഗരസഭ പറയുന്ന BJP നേതാക്കന്മാർ തമ്മിൽ തല്ലല്ലായിരുന്നു. ഇത് ജനം കാണുമല്ലേ. അപ്പം ഈ വേണ്ട നീ അങ്ങോട്ട് മാറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ബഹുഭൂരിപക്ഷത്തിൽ കിട്ടിയത് ഇപ്പോൾ 5-6 സീറ്റേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് BJPക്ക് ശക്തിയുള്ളതുപോലെ CPM-നുണ്ട് സാർ. കോൺഗ്രസ്സേ ഉള്ള മുനിസിപ്പാലിറ്റിയിൽ 10 അവരിപ്പോൾ ശാലം അവിടെ എന്തോ പറ്റിയത്. അവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യവും അതിൻ്റെ അങ്ങേ പ്രാവശ്യവും ഇതുപോലെ BJP മത്സരിച്ചപ്പോഴും CPM-ൻ്റെ വർക്കിൻ്റെ കൂടെ ജനം നിന്നു. അല്ലെങ്കിൽ നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ഒരു കൊച്ചിനെ അങ്ങ് നിർത്തി. കോർപ്പറേഷൻ പാർട്ടി തീരുമാനിച്ചിരുന്ന ചെയർമാൻ സ്ഥാനാർത്ഥി അങ്ങ് തോറ്റുപോയി. ഒരു കുട്ടിയെ പിടിച്ച് അവിടെ നിർത്തുകയാണ്. കുട്ടിയെ പിടിച്ച് നിർത്തിയിട്ട് എന്തോ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ LDF അല്ലേ, ഞങ്ങൾ കണ്ടോ 21 വയസ്സുകാരെ. ഒന്നുമല്ല, ശിവൻകുട്ടിയുടെ ഗ്രൂപ്പും നമ്മുടെ കടകംപള്ളിയുടെ ഗ്രൂപ്പും കൂടെ മത്സരിച്ചു കളിച്ചത്. കടകംപള്ളിയുടെ ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു ഇദ്ദേഹം. അപ്പോൾ അതിനുശേഷം റോഡിൽ ഇറങ്ങി വണ്ടി അടയുമല്ലായിരുന്നു പിണ്ടമണി. അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവച്ചാൽ നാട്ടുകാർ കൊണ്ടുവച്ച ഇഷ്ടിക ഇറക്കി കൊണ്ടുപോയിട്ട് കോടികൾ എഴുതി മാറ്റുമല്ലായിരുന്നു പണി. ഓരോ ദിവസവും അഴിമതി കഥകളല്ലേ ഉള്ളായിരുന്നു. ഈ അഴിമതി കഥകൾ പറയുമ്പോൾ അതിന് മറുപടി പറയുന്നതിന് പകരം ജനത്തിനെ വെല്ലുവിളിക്കുമായിരുന്നു ഈ സ്ത്രീ. അറിയോ എന്ന് വെച്ചാൽ കിട്ടാത്ത അർഹത കൊടുത്തപ്പോൾ. അപ്പം ഇത് ഈ കൊച്ചിരുന്ന് ജനത്തിനെ വെല്ലുവിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPM വെല്ലുവിളിക്കുന്നതായിട്ടാണ് ജനത്തിന് പോകുന്നത്. അങ്ങനെ തിരുവനന്തപുരം പോകുന്നത്. അപ്പോൾ BJPക്ക് ഇപ്രാവശ്യം പിന്നെ വേറെ കാര്യമുണ്ട്. BJPക്ക് ഇപ്രാവശ്യം നമ്മൾ രാജീവ് ചന്ദ്രശേഖരനെ കുറച്ച് കാണാൻ പറ്റത്തില്ല. BJP പ്രബുദ്ധമാണ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്നു. അവിടെ BJP ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല അവിടെ BJP ജയിക്കാൻ. രാജീവ് ചന്ദ്രശേഖരന്റെ കൃത്യമായ ഒരു ഇടപെടൽ അവിടെ നടന്നു. അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ബാക്കിയുള്ള പാർട്ടിക്കാരെ പക്ഷേ ആ കഴിവ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു സംഘടനാ ശേഷി അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കാണിച്ചിട്ടുണ്ട്. അതെ. അദ്ദേഹം ആയതുകൊണ്ടാണ്. അപ്പുറത്ത് ശശി തരൂരായതുകൊണ്ടും സഭയുടെ അവസാന സമയത്ത് ചില ഇടപെടലുണ്ട്. ചില്ലറ വോട്ടിനല്ലേ 15,000 ജയിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ തുറന്നങ്ങ് പറയാം. ജയിക്കാൻ കാര്യം അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേനെ. രാജീവ് ചന്ദ്രശേഖരനെ കാലെ പിടിച്ച് വാരി. അത് ആരാ നാട്ടുകാർ വോട്ട് ചെയ്തു. ഈ പറഞ്ഞ നാട്ടുകാർ വോട്ട് ചെയ്തു. BJP അവിടെ അതൊക്കെ പക്ഷേ അവിടെ ചില തിരക്കും പറയാമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യം അദ്ദേഹം അവിടെ തീരുമാനിച്ചു. ഞാൻ ഈ ഒരു നേതാവ്, ഒരു RSSന്റെ ഒരു നേതാവ്, അദ്ദേഹത്തിനൊക്കെ അറിയാം നേതാവ്, എൻ്റെ അടുത്ത് പറഞ്ഞു അത്ഭുതപ്പെടുത്തിയല്ലോടാ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥികളെ. കാരണം ബാക്കി പാർട്ടിക്കാർക്ക് വെല്ലുവിളിയായില്ലേ. ശബരിനാഥനെ മത്സരിക്കേണ്ടി വന്നില്ലേ. ബാക്കി ഇപ്പുറത്ത് CPM ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. CPM-ന് ആലോചിച്ച് തീരുമാനിക്കേണ്ടി വന്നില്ലേ. കാരണം അവതരിപ്പിച്ചു. അതിനുശേഷം എങ്ങനെ ഇലക്ഷനെ ഫേസ് ചെയ്യണമെന്നുള്ളൊരു പാറ്റേൺ ഉണ്ടാക്കി. അപ്പം അതൊരു അവിടെ വളരെ വർക്കൗട്ടായെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി, പുതിയ ഒരു ശൈലി, സംവിധാനവും മറ്റു കാര്യങ്ങളും ഒക്കെ. സാറ് പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ജനങ്ങളോട് പെരുമാറ്റം വളരെ പ്രധാനമാണ്. ഇപ്പം അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് തിരുവനന്തപുരത്ത് അവർക്ക് നേട്ടം കിട്ടിയ അതേ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാക്കിയ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കണക്കൂട്ടുമ്പോൾ, കോർപ്പറേഷൻ ഉൾപ്പെടെ കണക്കൂട്ടുമ്പോൾ സുരേഷ് ഗോപി ലീഡ് ചെയ്തതാണ്. തൃശ്ശൂർ കോർപ്പറേഷനിലും അതുപോലെ ആ സമീപത്തെ പഞ്ചായത്തുകളിലും മുഴുവനും പുറകോട്ട് പോയി. അതതിൻ്റെ അർത്ഥം സുരേഷ് ഗോപിയുടെ പെരുമാറ്റത്തിൽ എന്തോ ജനങ്ങൾക്ക് പിടിക്കായുണ്ട്. അതെ. സൂക്ഷിക്കണം. പരിചയമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം. സാറിന് പരിചയക്കുറവ് എത്ര നാളുണ്ടാവണം? കുറച്ച് നാളുണ്ടാവണം. അതിനുശേഷം സാറ് നിൽക്കുന്നിടത്ത് സാർക്ക് പരിചയമില്ലെങ്കിൽ സാറെ കളം വിട്ടേക്കണം. സുരേഷ് ഗോപി ആളിനെ മനസ്സിലാക്കി ശുദ്ധനാണ് അല്ലെങ്കിൽ നല്ലവനാണ്, മോട്ടിക്കാത്തവനാണ്, പ്രയോജനം ചെയ്യുന്നവനാണെന്ന് കണ്ടിട്ട് അദ്ദേഹത്തെ ജയിപ്പിച്ചെടുക്കുമ്പം അതിന് രാഷ്ട്രീയക്കാരനൊരു മീവഴക്കമുണ്ട്. അല്ലാതെ എൻ്റെ ശൈലിയും കൊണ്ട് ഞാൻ പോകുന്നു കണ്ട ജനത്തിനെ ഒന്നും വെല്ലുവിളിച്ചാൽ ജനം നിന്ന് കൊടുക്കത്തില്ല. ജനം മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത് ഒരാളും പ്രവർത്തിക്കാനില്ലാത്തടത്ത് ഈ പ്രാവശ്യം UDF വരുന്നു. മനസ്സിലാവുന്നു. അതും ഇനി എൻ്റെ ഒരു ആശങ്ക കൂടി പറഞ്ഞാൽ സാറിന് അവസാനിപ്പിക്കാം. എന്താണെന്നറിയോ, ഈ UDFകാർ ഇങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉള്ള അഹങ്കാരം മുഴുവനും കാണിച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാനുള്ള സാധ്യത കളയോ? അതെനിക്കറിയത്തില്ല. ഞാൻ പറയുക എനിക്ക് നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത് ഒരാളും പ്രവർത്തിക്കാനില്ലാത്ത UDF അതെങ്ങുമില്ല. പാർട്ടി സംഘടനാ സംവിധാനം കുറച്ചു ഇല്ല. BJP എന്ന് പറഞ്ഞാൽ BJP ഇപ്പം കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ടും BJP ബലമുള്ളതായതുകൊണ്ടും എല്ലായിടത്തും സംഘടനാ സംവിധാനം പ്രാവർത്തികം അല്ലെങ്കിൽ പോലും കേന്ദ്രത്തിലെ BJPയുടെ പ്രതീക്ഷ വെച്ച് BJPക്ക് ഒരു പ്രതീക്ഷ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജനം BJPയുടെ കൂടെയുണ്ട്.
അപ്പോൾ അത് ബി ജെ പിക്കാരൻ മനസ്സിലാക്കിയാൽ ബി ജെ പിയെ വളർത്താം. പിന്നെ കോൺഗ്രസ് താഴെത്തട്ട് വരെ ഇല്ലെങ്കിൽ പോലും സി പി എമ്മുകാരന് എത്ര പാർട്ടി ഉണ്ടെങ്കിലും, എത്ര വർക്കുണ്ടെങ്കിലും, എത്ര കമ്മിറ്റി ഉണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചല്ല നേതാക്കന്മാരുടെയും ഭരണത്തിൻ്റെയും പോക്കെങ്കിൽ ജനം വോട്ട് ചെയ്യത്തില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നമ്മൾ വിചാരിച്ചതുപോലെ 9 വട്ടം വീട് കയറിയാലും 18 വട്ടം വീട് കയറിയാലും കോൺഗ്രസിന് വോട്ട് കിട്ടും. കോൺഗ്രസിനല്ല, ഇതിനകത്ത് രണ്ടും പിടിക്കും. കോൺഗ്രസിന് കിട്ടും, ബി ജെ പിക്ക് കിട്ടും. ഇപ്പം ബി ജെ പിയിൽ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കേരളത്തിൽ നശിപ്പിക്കുന്നത് ബി ജെ പിക്കകത്ത് ഗ്രൂപ്പും ചില നേതാക്കന്മാർ അതിനകത്തുണ്ടാക്കി അഹങ്കാരവും. അപ്പോൾ അതവർ മാറ്റിയെടുത്താൽ അവർക്കുള്ളൂ. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ ബി ജെ പിക്കകത്ത് ഒരു പ്രതീക്ഷ വർദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊള്ളാം, മോട്ടിക്കാത്തവനാണ്, ഗ്രൂപ്പില്ലാത്തവനാണ്, അദ്ദേഹത്തിന് ഇതിനകത്തൊന്നും വേണ്ട. കേരള കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? ജോസ് കെ മാണിയുടെ സ്ഥിതി ഈ പറഞ്ഞ സ്ഥിതിയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അല്ല, പക്ഷെ മുസ്ലിം ലീഗ് നില മെച്ചപ്പെടുത്തി. അല്ല, മുസ്ലിം ലീഗ് അവരെ നമ്മൾ നേരത്തെ പറയാറില്ലേ, മുസ്ലിം ലീഗ് ഈ കോലാഹലങ്ങളിലൊന്നും വല്ലാതെ ഇടപെടാതെ ഇല്ല. മുസ്ലിം ലീഗ് അവരുടെ പണി അവിടെ ചെയ്യുന്നുണ്ട്. നമ്മളീ പറയുമ്പം ഇപ്പം കേരളത്തിൽ ജയിക്കാൻ പറ്റുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സി പി എമ്മിനും സ്വതന്ത്രം ആര് സഹായിച്ചില്ലെങ്കിൽ ഘടകകക്ഷിയിൽ ജയിക്കാൻ പറ്റും, മുസ്ലിം ലീഗിനും സി പി എമ്മിനും. എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് എത്ര പറയുമ്പോഴും ആരുടെ കൂടെ നിൽക്കുമ്പോഴും അവർ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നു. ഞങ്ങൾ കുറേ കാലങ്ങൾ അങ്ങനെ നിൽക്കുന്ന, നിങ്ങളുടെ തത്വം അനുസരിച്ച് നിൽക്കുന്നു, മാറുന്നുള്ള ഒരു രീതിയിൽ. അതൊരു നമ്മൾ പറയത്തില്ല, ഒരു ആഠ്യത്വത്തിൻ്റെ ഭാവം കൂടെ. രണ്ടാമത് അവരവിടെ ഈ താഴെത്തട്ട് വരെ വീട് വെച്ച് കൊണ്ടുപോകുന്ന വീട്ടിൽ കിടക്കുന്നവന് ഇപ്പോഴല്ലേ പാലിയേറ്റീവ് സി പി എം തുടങ്ങിയ. അതിന് മുമ്പേ സി പി എമ്മിന്റെ വോട്ട് പാലിയേറ്റീവ് സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് പോലും നമുക്ക് മനസ്സിലാവും. ബൈത്തുർ റഹ്മാൻ എന്ന പരിപാടി ഉണ്ട് പാണക്കാട് തങ്ങളുടെ നേതൃത്വം. ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന്റെ വീട് എന്നാ. മുസ്ലിം ലീഗ് പണം പിരിച്ച് ഉണ്ടാക്കി ഒരു സർക്കാർ പദ്ധതിക്കും കാത്തു നിൽക്കുന്നില്ല. അവർ പണം പിരിച്ച് വീടുണ്ടാക്കി കൊടുക്കും. അവരുടെ കിടപ്പ് രോഗികളുടെ വീട്ടിൽ കൃത്യമായിട്ട് ഭയങ്കരമായ. അതുപോലെ ഈ റിലീഫ് പ്രവർത്തനം എന്ന് പറയും, എന്നുവെച്ചാല് പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള അവരുടേതായ. അതെ, അപ്പം അവര് അതേ രീതിയിൽ ആ വർക്ക്, കൃഷിക്കാരന്റെ പല രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. വലിയ പാർട്ടികള് ഇമാതിരി കൊച്ചു പാർട്ടികളെ കണ്ട് പഠിക്കണം പല കാര്യങ്ങളും. അതെ, അപ്പൊ അവർക്ക് അവരുടെ ഫോക്കസ് നിലനിർത്താൻ പറ്റും. അവർ എത്ര പറയുമ്പോഴും ജനത്തിന്റെ കൂടെ ജനം തീയനക്കും 2020 ചെയ്യുന്നുണ്ടല്ലേ അത്രയും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നത് ജന അരാഷ്ട്രീയവാദികളൊന്നുമല്ല, രാഷ്ട്രീയവാദികൾ മാത്രവുമല്ല, ജനം അറിഞ്ഞ് ചെയ്യാൻ തുടങ്ങി. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ, വളരെ കൃത്യമല്ലെങ്കിൽ, വ്യക്തമല്ലെങ്കിൽ, രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ, സുതാര്യമല്ലെങ്കിൽ, സത്യസന്ധമല്ലെങ്കിൽ ആർക്കും പിടിച്ചേക്കാൻ പറ്റത്തില്ല. എത്ര സംഘടനാ സംവിധാനവും സെറ്റപ്പും ഉണ്ടെങ്കിലും പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ റിസൾട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയുന്നത്, ജനം പറയുന്നത് ഇങ്ങനെയാണ്: സൂക്ഷിച്ചോ, ഓർത്ത് കളിച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, ഞങ്ങൾ ഉണർന്നിരിക്കുന്നു. പക്ഷേ ഇതിനകത്തും നമുക്ക് മനസ്സിലാവുന്നത് വളരെ കൃത്യമായിട്ട് താഴെത്തട്ടിലിറങ്ങി, ജനങ്ങളുടെ ഇടയ്ക്കിലിറങ്ങി, വിശ്വാസത്തിലെടുത്താൽ പലരും ആശങ്കപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവർ വരുമോ എന്നുള്ള ആശങ്ക മാറ്റി കൊടുത്താൽ ബി ജെ പിക്ക് 2026 വലിയ കുതിച്ചുകയറ്റത്തിന് സാധ്യതയുണ്ട്. വോട്ട് ചെയ്യാൻ ആൾക്കാർ തയ്യാറാണ്. വോട്ട് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ നേടാൻ ബി ജെ പി പ്രവർത്തകർ, നേതാക്കന്മാർ തയ്യാറാണ്. അല്ല, ഞാൻ MLA ആയാൽ മതി MLA, ഞാൻ MP ആയാൽ മതി MP എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് വീണ്ടും പരാജയപ്പെടും. ഏതായാലും കുതിക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പി. 2026 ബി ജെ പിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണം ഈ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.